ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ വെൽക്കം. വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ ഒരു 80% ആൾക്കാരും രണ്ട് കാറ്റഗറിയിലായിരിക്കും. കാറ്റഗറി നമ്പർ 1 നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചൊരു പ്ലേസിൽ എന്തായാലും എത്തുന്നതായിരിക്കും. കാറ്റഗറി നമ്പർ 2 നീറ്റെല്ലാം കഴിഞ്ഞ് എനിക്ക് കോളേജിൽ ഒരു അഡ്മിഷൻ കിട്ടുമെന്ന് ഉറപ്പായി സെറ്റായിട്ടിരിക്കുന്ന കുട്ടികളായിരിക്കും. അവരോട് പറയാൻ നിൽക്കുന്നത് കൺഗ്രാജുലേഷൻ. അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് ഫൈനലി നിങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇതേ ഹാർഡ് വർക്ക് നിങ്ങൾ വീണ്ടും തുടരുക, അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് പഠിക്കുക. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇന്ന് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ പേര് ശില്പ. ഞാൻ ഒരു 3rd year MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പം എൻ്റെ ഫസ്റ്റ് ഇയറിലെ എക്സ്പീരിയൻസും എൻ്റെ ഫസ്റ്റ് ഇയറിൽ ഞാൻ കേട്ടിട്ടുള്ള ബുക്സിനെ പറ്റിയും ഞാൻ വായിച്ചിട്ടുള്ള ബുക്സിനെ പറ്റിയുമായിരിക്കും കംപ്ലീറ്റ്ലി ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് മെയിൻലി നമുക്ക് 3 ടോപ്പിക്സ് ആണ് ഉള്ളത്. അനാറ്റോമി, ഫിസിയോളജി, പിന്നെ ബയോകെമിസ്ട്രി ആണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അനാറ്റോമിനെ പറ്റി നോക്കാം. അപ്പോൾ അനാറ്റോമി എന്താണ്? അനാറ്റോമി വേറെ ഒന്നുമല്ല, നമ്മുടെ ബോഡിയിൽ പല പല ഓർഗൻസ് ഉണ്ടല്ലോ. ഈ ഓർഗൻസിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ്, അതുപോലെ നമ്മുടെ ബോഡിയിൽ പല പല മസിൽസ് ഉണ്ട്, നെർവ്സ് ഉണ്ട്, ആർട്ടറീസ് ഉണ്ട്. ഇതിനെ പറ്റിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് സ്ട്രക്ചറലി നമ്മൾ പഠിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് അനാറ്റോമി എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഈ അനാറ്റോമിനെ തന്നെ 3 ടോപ്പിക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഗ്രോസ് അനാറ്റോമി, ഹിസ്റ്റോളജി ആൻഡ് എംബ്രിയോളജി എന്ന് പറഞ്ഞ 3 ടോപ്പിക്സ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ ഗ്രോസ് അനാറ്റോമിനെ തന്നെ നമ്മൾ പിന്നെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പർ ലിംബ് ആൻഡ് തൊറാക്സ്, ലോവർ ലിംബ് ആൻഡ് അബ്ഡോമൻ, പിന്നെ അതുപോലെ തന്നെ ന്യൂറോ അനാറ്റോമി, ഹെഡ് ആൻഡ് നെക്ക്. അങ്ങനെ പിന്നെയും അതിനെ നമ്മൾ വീണ്ടും സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയുള്ള ബുക്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലസ് ഓഫ് അനാറ്റോമി എന്ന് പറഞ്ഞൊരു ബുക്കാണ്. ഈ ഒരു ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനാറ്റോമി എന്ന് പറഞ്ഞാൽ എന്താണ് കൂടുതലും ഡീൽ ചെയ്യുന്നത്, അതായത് നമ്മുടെ ബോഡിയിലെ സ്ട്രക്ചർ. ഈ ഒരു കാര്യങ്ങൾ കൂടുതലായിട്ട് ഡയഗ്രാംസിലൂടെ പഠിക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ അറ്റ്ലസ് ഓഫ് അനാറ്റോമി എന്ന് പറഞ്ഞ ബുക്കിൽ കുറേ അടിപൊളി ഡയഗ്രാംസ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ചില കൺസെപ്റ്റുകൾ നമുക്ക് ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവണമെന്നില്ല. അങ്ങനെയുള്ള കേസിൽ നമുക്ക് അതിലെ പടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഈസിയാണ്. അങ്ങനെ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് നോക്കാവുന്നതാണ്. ഇതൊരിക്കലും പൈസ കൊടുത്ത് മേടിച്ച് കയ്യിൽ, അതായത് നമ്മുടെ ഹാർഡ് കോപ്പി ആയിട്ട് കയ്യിൽ വെച്ചിട്ട് പഠിക്കണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്തില്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു PDF നമ്മളിൽ ഉണ്ടെങ്കിൽ ചില ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചില ടോപ്പിക്സ് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് നോക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾക്ക് എല്ലാവർക്കും കേട്ടറിവുള്ള 2 ബുക്സ് ഉണ്ട്. അതായത് ഒന്ന് വിശ്രാം സിംഗും പിന്നെ അതുപോലെ തന്നെ BD ചൗരസ്യ എന്ന് പറഞ്ഞ ബുക്കുണ്ട്. ഈ ഒരു ബുക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് രണ്ടും ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബുക്കാണ്. അതായത് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയിട്ട് പറഞ്ഞു തരാനും അതുപോലെ തന്നെ അത് നമുക്ക് നല്ല വൃത്തിക്ക് എക്സാമിന് വേണ്ടിയായിട്ട് രീതിയിൽ പോയിന്റ് ആയിട്ട് ഹെഡിങ് ആയിട്ട് അതുപോലെ തന്നെ നമുക്ക് എഴുതാനും അതിൻ്റെ ഇടയിൽ സബ് ഹെഡിങ് ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, നല്ല നല്ല ഡയഗ്രംസ് ഉണ്ട്. കാരണം അനാറ്റോമി എന്ന് പറയുന്നത് നിങ്ങൾ എത്രത്തോളം പടം വരയ്ക്കുന്നു അത്രത്തോളം മാർക്ക് വീഴുന്ന ഒരു സബ്ജക്റ്റാണ് അനാറ്റോമി. അപ്പം നമ്മളെല്ലാവരും ഭയങ്കര പടമൊക്കെ വരയ്ക്കാൻ കഴിവുള്ളൊരു ആൾക്കാരായിരിക്കണമെന്നില്ല. പ്രത്യേകിച്ച് എനിക്ക് പടമൊന്നും വരയ്ക്കാനേ അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ സിമ്പിളായിട്ടുള്ള ഡയഗ്രാംസ് ഒക്കെ വരച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ എഴുതിയിരിക്കുന്ന 2 ബുക്സാണ് ഈ ഒരു വിശ്രാം സിംഗും അതുപോലെ തന്നെ BD ചൗരസ്യ എന്ന് പറയുന്ന 2 ബുക്ക് എന്ന് പറയുന്നത്. അതിൽ ഞാൻ പേഴ്സണലി വായിച്ചത് നമ്മുടെ വിശ്രാം സിംഗ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് BD ചൗരസ്യ വായിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ നമ്മൾ കോളേജ് റെക്കമെൻഡ് ചെയ്ത ബുക്ക് എന്ന് പറയുന്നത് വിശ്രാം സിംഗ് ആയിരുന്നു. പക്ഷേ എനിക്ക് ഇതുവരെയ്ക്കും ഒരു റിഗ്രറ്റും വിശ്രാം സിംഗ് വായിച്ചത് കൊണ്ട് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് അനാറ്റോമിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ആ ഒരു കോൺഫിഡൻറ്റിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് എന്തായാലും സജസ്റ്റ് ചെയ്യുന്ന ഒരു ബുക്ക് തന്നെയാണ് വിശ്രാം സിംഗ്. നമുക്ക് എന്താ പറയുക, ഹെഡിങ് ഉണ്ട്, പിന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ നമുക്ക് പെട്ടെന്ന് ഓരോ പോയിന്റ്സ് കൺവേ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ നല്ല ഡയഗ്രാംസും ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഇപ്പോൾ എന്നോട് വന്ന് ചോദിക്കുന്നവർക്ക് ധൈര്യമായിട്ട് തന്നെ വിശ്രാം വായിച്ചോളാൻ തന്നെ പറയും. അതുപോലെ തന്നെ BD ചൗരസ്യം അതുപോലെ തന്നെ നല്ലതായിരുന്നു. അത് വായിച്ചിട്ടുള്ള കുട്ടികളും ഉണ്ട്. അത് വായിച്ചിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ്. ഏകദേശം എനിക്ക് രണ്ടും ഒരുപോലെയൊക്കെ തന്നെയാണ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത്. പിന്നെ എൻ്റെ പേഴ്സണലി ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ വിശ്രാമാണ് കൂടുതലായിട്ട് പറയുന്നത്. ഇനി വേറൊരു ബുക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്രേസ് അനാറ്റോമി എന്ന് പറഞ്ഞൊരു ബുക്കാണ്. ഈ ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ വായിച്ചിട്ടേ ഇല്ല. പിന്നെ ഞാൻ നിങ്ങളോട് ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ബുക്ക് ഉണ്ട് എന്ന് നിങ്ങൾക്കൊരു അറിവ് തരാൻ വേണ്ടി മാത്രമാണ്
ഇൻ കേസ് ഈ വീഡിയോ കാണുന്നതിൽ ഇങ്ങനത്തെ ബുക്ക് വായിക്കാൻ ഇഷ്ടമുള്ളത്, ഇതൊന്ന് പറഞ്ഞു അത്യാവശ്യം ഇൻ്റർനാഷണൽ ബുക്കാണ്. അപ്പം അതിലെ ടേംസും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്, എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. അതുമാത്രമല്ല ഇപ്പം നമുക്ക് ഭയങ്കര മാർക്ക്, അതായത് എബോവ് ഡിസ്റ്റിങ്ഷന് മണ്ടയിലുള്ള എന്തെങ്കിലും അങ്ങനത്തെ റാങ്ക്, ഗോൾഡ് മെഡൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെന്ന് താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ അനാറ്റോമി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഭയങ്കര ഡീപ്പായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ, അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രേസ് അനാറ്റോമി എന്ന് പറഞ്ഞ ബുക്ക് എന്തായാലും നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്, അങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് ഉള്ളവർ ആണെങ്കിൽ. അതുപോലെ തന്നെ ഗ്രേസ് അനാറ്റോമി ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു ബുക്കെങ്കിൽ പിന്നെ BD ചൗരസ്യോ വിശ്രാമോ വായിക്കേണ്ട ആവശ്യമില്ല. അത് കാരണം ഭയങ്കര ഓവറായി പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഏതെങ്കിലും നിങ്ങൾക്ക് ഇതിന് നിങ്ങളുടെ കപ്പാസിറ്റി, നിങ്ങളുടെ ടാലൻറ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഞാൻ പറയുന്നത് നമ്മളെപ്പോലെ ഒരു നോർമൽ, ഇപ്പം എന്നെപ്പോലെ ഒക്കെ നമുക്കൊരു അത്യാവശ്യം എന്താ പറയുക, നമുക്ക് കൺസെപ്റ്റ് കാര്യങ്ങളും വേണം, എക്സാമിന് നല്ല രീതിയിൽ തോക്കാതെ പാസ്സാണ്, അങ്ങനത്തെ രീതിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് എന്തായാലും ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് ഗ്രോസ് അനാറ്റമിയുടെ കാര്യം. ഇനി ഹിസ്റ്റോളജി. ഹിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിസ്റ്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ അല്ലെങ്കിൽ ഓർഗൻസിലെ ഓരോരോ സെല്ല് ഉണ്ടാവില്ലേ, ഈ സെല്ല് നമ്മൾ സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൈക്രോസ്കോപ്പിക്കലി കാണുമ്പോൾ ഉള്ള ഓരോ ഫീച്ചേഴ്സിനെ പറ്റി നമ്മൾ പഠിക്കുന്നതാണ് ഹിസ്റ്റോളജി എന്ന് പറഞ്ഞ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങൾ കോളേജിൽ റെക്കമെൻഡ് ചെയ്തൊരു ബുക്കുണ്ട്, എനിക്ക് അതിൻ്റെ പേര് ഓർമ്മയില്ല, കാരണം ഞാൻ ആ ബുക്ക് വായിച്ചിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പിന്നെ എൻ്റെ കയ്യിലും ഇല്ല, അതെൻ്റെ ജൂനിയേഴ്സിന് ഞാൻ കൊടുത്തേക്കുവാണ്. അപ്പോൾ അത് ഭയങ്കര PG ലെവൽ ബുക്കാണ്. കാരണം ഹിസ്റ്റോളജി എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും ടൈം അങ്ങ് കൊടുക്കേണ്ട ടോപ്പിക്കല്ല ഗ്രോസ് അനാറ്റോമി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര കുറച്ച് കാര്യങ്ങൾ മതി. അതുകൊണ്ട് തന്നെ ഞാൻ എക്സാമിന് വേണ്ടിയും കാര്യങ്ങൾക്ക് വേണ്ടി പ്രിഫർ ചെയ്തതെന്ന് പറഞ്ഞാൽ IB സിംഗ് എന്ന് പറഞ്ഞ ബുക്കാണ്. പിന്നെ ഓൾറെഡി ഞാൻ ഒരു ബുക്കിന് പൈസ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പിന്നെയും പൈസ കൊടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ PDF ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ആ ഒരു ബുക്ക് ഹിസ്റ്റോളജിക്ക് നോക്കിയാൽ മതിയാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ എംബ്രിയോളജി എന്ന് പറയുന്നത്. എംബ്രിയോളജി എന്താണ്? നമ്മൾ എന്തായാലും ഒരു +2 നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, അതായത് ഫീമെയിൽ മെയിൽ ഗാമീറ്റ്സ് ഒന്ന് ഫ്യൂസ് ചെയ്യുന്നു, പിന്നെ സൈക്കോട്ട് ഉണ്ടാകുന്നു, അതിനുശേഷം ആ സൈക്കോട്ടിൽ നിന്ന് നമ്മൾ എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് പിന്നെ ഒരു ഫീറ്റസ് ഉണ്ടാകുന്നു. ഈ ഒരു കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് എംബ്രിയോളജി എന്ന് പറയുന്നത്. ഈ എംബ്രിയോളജി എന്ന് പറഞ്ഞ ടോപ്പിക്കിന് വേണ്ടി നമുക്ക് IB സിംഗ് എന്ന് പറഞ്ഞ ബുക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്, ധൈര്യമായിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ ഫിസിയോളജി. ഫിസിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡിയിൽ ഓരോരോ ഓർഗൻസ് എങ്ങനെയാണ് ഫങ്ഷൻ നടത്തുന്നത്, അതായത് നമ്മുടെ ബോഡിയിലെ സർക്കുലേഷൻ എങ്ങനെയാണ്, എക്സ്ക്രീഷൻ എങ്ങനെയാണ്, റെസ്പിറേഷൻ എങ്ങനെയാണ്, അതൊക്കെയാണ് നമ്മുടെ ഫിസിയോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള മെയിൻ ആയിട്ടുള്ള 2 ബുക്സ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ കേട്ടിട്ടുള്ളതിൽ ഏറ്റവും എല്ലാവർക്കും അറിയുന്ന 2 ബുക്സാണ് ഗൈറ്റൺ ആൻഡ് ഹോൾ, അതുപോലെ തന്നെ ഗാനോൺ എന്ന് പറയുന്ന ബുക്ക്. അപ്പം നിങ്ങൾ ഓർക്കും ഞാൻ എന്തിനാണ് ഈ 2 ബുക്ക് ഒന്നിച്ച് പറഞ്ഞത്, കാരണം ഏകദേശം എന്താ പറയുക, ഇത് അത്യാവശ്യം ഒരു ഇൻ്റർനാഷണൽ ബുക്കാണ്, അതുപോലെ തന്നെ ഫോറിൻ ഓതേഴ്സിൻ്റെ ബുക്കാണ് ഈ 2 പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നതിന് ഞാൻ ഇതിൻ്റെ ഫിസിയോളജി ഫാക്കൽറ്റിയോട് ചോദിച്ചപ്പോൾ അന്ന് എന്നോട് പറഞ്ഞത്, നിങ്ങൾക്ക് അതായത് നമ്മുടെ ബോഡിയിലെ ഫങ്ഷൻ എങ്ങനെയാണെന്ന് അതായത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഭയങ്കരമായിട്ട് അറിയാനും ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്തായാലും ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ എന്താ പറയുക, നമുക്കൊരു കഥ പോലെ ഇല്ലേ, അതായത് ഒരു സ്റ്റോറി വായിക്കുന്ന പോലെ ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. പക്ഷേ എൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ടേംസും കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് പാടായിരിക്കും. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഒരു എക്സാമിലെ പോയിന്റ് ആയിട്ട് നമ്മൾ പിന്നെ സെപ്പറേറ്റ് ചെയ്ത് നോട്ടൊക്കെ ആയിട്ട് വെക്കാൻ അത് കുറച്ച് പാടാണ് നമുക്ക്. കാരണം നമുക്ക് ചിലപ്പം നമ്മൾ തുടക്കത്തിൽ പറ്റുമായിരിക്കും, പിന്നീട് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂളും കാര്യങ്ങളും വരുമ്പോൾ നമുക്കത് പറ്റണമെന്നില്ല. അതുപോലെ തന്നെ നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് മറന്നു പോകാനുള്ള കാര്യങ്ങളും ഈസിയാണ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്രയും താല്പര്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അത്രയും ക്യൂരിയസ് ആണെങ്കിൽ മാത്രം ചൂസ് ചെയ്യേണ്ട ബുക്കാണ് ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഇനി ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയറിൽ ഫിസിയോളജി വായിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GK ബാൽ എന്ന് പറഞ്ഞൊരു ബുക്കാണ്. ഇതാണ് എൻ്റെ GK ബാൽ. അപ്പം ഇതൊരു ബുക്കാണ് ഞാൻ വായിച്ചത്. ചിലർക്ക് 2 വോളിയമായിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒറ്റ വോളിയമായിട്ട് ഈ ഒരു ബുക്ക് തന്നെയായിട്ടായിരുന്നു കിട്ടിയത്. അപ്പോൾ ഈ ഒരു ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര സിമ്പിൾ ലാംഗ്വേജ് ആണ്, നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കുറേ ഫ്ലോട്ട് ചാർട്ട് കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെ ഈ ഫ്ലോട്ട് ചാർട്ട് ബേസ് ചെയ്തിട്ടുള്ള ഡയഗ്രാംസും അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാനും എളുപ്പമായിരിക്കും. അതുപോലെ നമുക്ക് കൺസെപ്റ്റും കിട്ടും.
ഈ ഒരു രണ്ട് കാര്യം പോസിറ്റീവ് ആയിട്ട് എനിക്ക് ഈ ബുക്കിൻ്റെ കാര്യമായിട്ട് തോന്നി. ഇപ്പം ചില സമയത്തിൽ എനിക്ക് ലാസ്റ്റ് മിനിറ്റ് ചില ടോപ്പിക്സ് ഞാൻ വായിക്കാത്ത ടോപ്പിക്സാണ്, പെട്ടെന്ന് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യവും പിടികിട്ടും, എക്സാമിൽ മറന്നു പോകാതെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാച്ച് ചെയ്ത് എഴുതാനും ഈസി ആയിട്ടുള്ള ബുക്കാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് വേറെ ഉള്ള ബുക്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇന്ദു ഖുറാന എന്നൊക്കെ പറഞ്ഞ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ബാച്ച്മേറ്റിലാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും അത് ചിലർ വായിച്ചിട്ട് അത്രത്തോളം ഭയങ്കര സംഭവമായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അവർ അത് ഡ്രോപ്പ് ചെയ്ത് വീണ്ടും GK ബാലിലോട്ടായിരുന്നു വന്നത്. അതുപോലെ തന്നെ ഗീത എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, അതും കുറേ പേര് വായിക്കുന്നതും കുറേ പേർക്ക് റെക്കമെൻഡ് ചെയ്യുന്നൊരു ബുക്കാണ്. ഗീതയിൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നമുക്കിപ്പം പോയിന്റ്സ് വളരെ ഇപ്പം നമുക്ക് എക്സാമിൻ്റെ നമ്മളൊരു റിവിഷൻ പോലെ ഒരു ബുക്കായിട്ട് ചൂസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നി. അതായത് എക്സാമിൻ്റെ തലേന്ന് നമുക്ക് പെട്ടെന്ന് നോട്ടിച്ച് നോക്കണം, അങ്ങനത്തെ ഒരു കേസിന് മാത്രം. അല്ലാണ്ട് ഭയങ്കര നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടോപ്പിക്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില ടോപ്പിക്സ് ഉണ്ട്. ആ ഒരു ടോപ്പിക്സ് ഒക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്ന പോലെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഫസ്റ്റ് ഇയറിൽ ഫിസിയോളജിക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് പറയുന്നത് GK ബാലൻ തന്നെയായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഫൈനലായിട്ട് ബയോ കെമിസ്ട്രി ആണ്. ബയോ കെമിസ്ട്രി എന്താണ്? അതായത് മെയിൻലി നമ്മൾ പല 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 കെമിക്കൽ റിയാക്ഷൻസ് ആണ്, ഇഷ്ടംപോലെ കെമിക്കൽ റിയാക്ഷൻസ് നമ്മൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നേ ഉള്ളൂ. അതായത് ഗ്ലൈക്കോലൈസിസ്, ഫാറ്റി ആസിഡ് സിന്തസൈസ്. നമ്മൾ പണ്ട് +2-ലാണോ +1-ലാണോ മോളിക്യൂൾസ്, ബയോ മോളിക്യൂൾസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കില്ലേ, ആ ഒരു ടോപ്പിക്കിനെ കടൽ പോലെ ഫ്രണ്ടിലിട്ടിരിക്കുന്നതാണ് ബയോ കെമിസ്ട്രി എന്ന് പറയുന്നത്. കുറേ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ട ഒരു ബുക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയേണ്ട ഒരു ബുക്ക് തന്നെയാണ്. ഒരു മിനിറ്റ്, ഇതാ നമ്മുടെ വാസുദേവൻ. അപ്പം ഞാനും വാസുദേവനാണ് വായിച്ചത്. അപ്പോൾ ഈ വാസുദേവൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത് ബയോ കെമിസ്ട്രി എന്ന് പറഞ്ഞ ടോപ്പിക്കേ വാസ്റ്റാണ്, ഇങ്ങനെ കടൽ പോലെ കിടക്കാണ്. ഞാൻ വാസുദേവനാണ് വായിച്ചിട്ടുള്ളത്. വായിച്ചപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇത് ഇഷ്ടം പോലെ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് കുറേയൊക്കെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാത്ത ഇൻ കേസ് ഡൗട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫാക്കൽറ്റീസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് പറഞ്ഞു തന്നോളൂ. അപ്പം നമുക്ക് പിന്നെ നമ്മുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ പോയിൻ്റായിട്ട് നമ്മൾ എഴുതിയെടുക്കണം, അത് നമ്മുടെ ജോലി തന്നെയാണ്. അല്ലാത്ത സമയം നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു കൺസെപ്റ്റും കാര്യങ്ങളും വാസുദേവൻ എന്ന് പറയുന്ന ഒരു ബുക്കിൽ നിന്ന് കിട്ടാൻ വേണ്ടി പറ്റും. അതല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വേറൊരു ബുക്കാണ് സത്യനാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കുണ്ട്. അതും ബയോ കെമിസ്ട്രിക്ക് നല്ലതാണ്. ചിലർ വായിച്ചിട്ടുള്ളതിൻ്റെ കൂട്ടത്തിൽ തന്നെ വായിച്ചിട്ടുള്ള കുട്ടികളുണ്ട്. പിന്നെ ഒരു ഭയങ്കര ടോപ്പിൽ അങ്ങനെ നിങ്ങൾക്ക് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നല്ല രീതിയിൽ കൺസെപ്റ്റും കാര്യങ്ങളും തന്ന് ഭയങ്കര ഡീപ്പായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഹാർബേഴ്സ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അപ്പോൾ ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് വായിച്ചാലും മതിയാകും. ഇൻട്രസ്റ്റ് ഉള്ളവർ അത് വായിക്കാം. ഇപ്പം ഞാൻ വാസുദേവനാണ് വായിച്ചിട്ടുള്ളത്. പിന്നെന്താ, അതിൽ എനിക്ക് അങ്ങനെ വായിച്ചല്ലോ എന്നുള്ള തോന്നൽ എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ഇതൊക്കെയായിരുന്നു ബുക്സ് ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, ഞാൻ കുറേ ബുക്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടായിരിക്കും. അതാകുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ അതുവഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഇവിടം വരെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ. അതിൻ്റെ സന്തോഷമായിട്ട് ഒരു ഒരു ലൈക്ക് ചെയ്യുക, പിന്നെ ഒരു കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഞാൻ ഇതുപോലത്തെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഇതുപോലത്തെ എന്തെങ്കിലും വീഡിയോസ് ഞാൻ ചെയ്യണമെന്ന് സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചെയ്യാം, ഞാനത് കണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.